Hi guys, welcome back to my YouTube channel. അത്ര എനർജി ഒന്നുമില്ല. ഐ എം വെരി ഡൾ. കണ്ടോ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നു. ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടാവാത്ത ആളായിരുന്നു ഞാനിപ്പോൾ. ഡാർക്ക് സർക്കിൾസിൻ്റെ പെരുമഴയാണ്. മൈ ഹോം ഇസ് റെഡി ടു വെൽക്കം മൈ ചെക്കൻ്റെ ഫാമിലി. വീടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ അവരെ വെൽക്കം ചെയ്യാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുടവ ഫങ്ഷനാണ് ഗൈസ്. എൻ്റെ കല്യാണം 31-നാണെങ്കിലും അവർ നേരത്തെ വന്ന് പുടവ തന്ന് പോവുകയാണ്. പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഫങ്ഷൻ നടത്താൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങൾ കാരണം, പേഴ്സണൽ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ അവർ വരാൻ വേണ്ടി ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു 17th വരാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. കല്യാണം 31-നാണെങ്കിലും നേരത്തെ തന്ന് പോകുന്നതാണല്ലോ നല്ലത്. പിന്നെ ഞാനും അങ്ങോട്ട് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തലേദിവസം വന്ന്, ദൂരം കൂടി ഉള്ളത് കൊണ്ട് തലേദിവസം വന്ന് തരിക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിപ്പോയി. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എനിക്കിനി കുളിക്കണം. കുളിച്ച് സാരിയൊക്കെ എടുക്കണം, ഹെയറൊക്കെ സെറ്റ് ചെയ്യണം, മേക്കപ്പൊക്കെ ചെയ്യണം, മുല്ലപ്പൊക്കെ വെക്കണം. അതാണ് എൻ്റെ പ്ലാൻ. ഇനി ഈ വ്ളോഗ് എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കൽ പോസിബിൾ ആവുമോ എന്നുള്ളതറിയില്ല. കാരണം മൈ ഫാമിലി ഈസ് ഓക്കെ വിത്ത് മീ ടേക്കിംഗ് വീഡിയോ, ബട്ട് അവരുടെ ഫാമിലി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലല്ലോ. ഫാമിലി മീൻസ് ഫാമിലി വിൽ ബി ഓക്കെ ഐ തിങ്ക്. പക്ഷേ റിലേറ്റീവ്സ് ആൻഡ് ഓൾ അവർ വരുമ്പോൾ ഐ എം നോട്ട് ഷുവർ. സോ ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ടെൻഷൻ ഉണ്ടോ? പിന്നെ എന്താ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണോ? എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അനിയൻ ഇപ്പോഴും എണീറ്റിട്ടില്ല. അവൻ്റെ റീൽസ് കാണലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ കുറച്ച് നേരത്തെ പോയി മുല്ലപ്പൂക്കെ മേടിച്ച് കൊണ്ടുവന്നു ഗൈസ് എനിക്ക് വേണ്ടി. ആദ്യം അമ്മ എന്നോട് മേടിക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് മടിയായി ഇവിടുന്ന് പോവാൻ. അപ്പം അച്ഛൻ മുല്ലപ്പൂക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ട്, സോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ? അയ്യോ, ഈ സ്ലൈഡ് ഇവിടുന്ന് വന്ന്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഇങ്ങനെ രാവിലെ തന്നെ റേഡിയോ വെക്കുന്ന ടീംസ്? ഇവിടെ ഡെയിലി ഇതാണ് ഗൈസ്. മറ്റേ മാട്ടി വാങ്ങിയിട്ടില്ലേ? അവിടെ അല്ലല്ലോ, അത് നീളം കൂടി. മുടി പറ്റും നമ്മള് ഏത് ഭാഗം ഗൈസ്. നമ്മളിപ്പം റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരി ഇഷ്ടപ്പെട്ടോ? സാരി ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ അയ്യോ എൻ്റെ കസിനാണ്, എൻ്റെ മുറച്ചെറുക്കനാണ് ഗൈസ്. ഓക്കെ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദം. ലെൻസ് വെച്ചു. ലെൻസ് വെക്കാനൊരു അരമണിക്കൂർ അങ്ങനെ പോയി. സ്പെക്സ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്കറിയാം. പക്ഷേ വാട്ട് ടു ഡു. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് അങ്ങോട്ട് പോകും. ദിസ് ഇസ് മൈ അമ്മ. ഹായ്. എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല എനിക്ക്. എന്ത് പറയാൻ? ഭംഗിയുണ്ട് എന്നെ കാണാൻ. പിന്നെ സുന്ദരിയല്ലേ. ബൈ ബൈ. ശരി ഗൈസ്, ഇപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞു, അവരൊക്കെ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കെട്ടി വയ്ക്കുന്നതിൽ എനിക്ക് ഇഷ്ടം എൻ്റെ ഫേസ് ഹെയർ അയച്ചിടുന്നതാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ വാട്ട്സ് ഇൻ മൈ പെട്ടി ചെയ്യാം. ഇത് അവർ കൊണ്ടുവന്ന പെട്ടിയാണ് കേട്ടോ. ഈ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ എക്സ്ട്രാ നമുക്ക് സ്നേഹത്തോടെ കുറച്ച് സാധനങ്ങളും തരും. സോ ഇതാണ് പെട്ടി. ഇതിൽ ഇപ്പം ഇതവർ തന്നതാണ് കേട്ടോ. ഇതിൽ കുറേ സ്ലൈഡ്, ക്ലോ ക്ലിപ്സ്, അതുപോലെ ഇതാ കുങ്കുമച്ചിപ്പ്, ടിഷ്യൂ, ഇത് ഹാൻഡ് കഫ്, ലിപ്സ്റ്റിക്ക്, പൊട്ടിൻ്റെ 2 പാക്കറ്റ്, പിന്നെ കമ്മലാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ട്. ഇതെൻ്റെ ബ്ലൗസ്, ഇതെൻ്റെ സെറ്റ് സാരിയുടെ ബ്ലൗസ്. ഇത് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ച ഫാനാണ്.
പിന്നെ അതുപോലെ ഞാൻ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്, മൂക്കുത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്നത്തേക്കുള്ളത്, അതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സേഫ്റ്റി പിന്നും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദേ ഗേവ് മീ അണ്ടർ സ്കർട്ട് ഉണ്ട്, പിന്നെ ഇന്നർവെയർ, പിന്നെ ഇതാ പെർഫ്യൂമാണ്, അതുപോലെ തന്നെ കോംബ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ പെട്ടിയിലുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ആസ് യു ഗൈസ് നോ, ഇതിൻ്റെ ഉള്ളിൽ സാരി ഉണ്ടായിരുന്നു. ഞാൻ സാരി മാറ്റി വെച്ചതാണ്. അത് ഒഫീഷ്യലി നമുക്ക് അന്നത്തെ ഡേ കാണാം. അതുപോലെ തന്നെ ചെരുപ്പും ഉണ്ടായിരുന്നു. ചെരുപ്പ് എനിക്കൊന്ന് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫങ്ഷൻ കഴിഞ്ഞു. അപ്പം എല്ലാവരും പോയി. ഞാൻ ചെറിയ ക്ലിപ്സായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ലോങ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ പേരുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? മഴ ഇല്ലാത്ത കാരണം എല്ലാം സൂപ്പറായി, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അച്ഛനോട് ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളി, അടിപൊളിയായി. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.